ആയിക്കോട്ടെ. അപ്പൊ നമ്മളെവിടെ നിൽക്കണമെന്നറിയാവോ? വൈക്കം മഹാദേവ ക്ഷേത്രത്തില് നമ്മുടെ സൈക്കത്തപ്പന്റെ സ്വന്തം മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ഇവിടെ അഷ്ടമി തുടങ്ങിയാണ്. അടുത്ത മാസം 1-ാം തീയതി മുതൽ 12-ാം തീയതി വരെ വൈക്കംകാരുടെ എന്നല്ല എല്ലാവരുടെയും കൂടെ ഉള്ള ഒരു അഷ്ടമിയാണ് കേട്ടോ. അയ്യപ്പന്മാരുടെ സീസണും ഇനിയിപ്പൊ അഷ്ടമിയുടെ ആ ഒരു വൈബും ഒക്കെ കൂടെ ആകുമ്പോൾ നല്ല രസമായിട്ട് ഇവിടെ വന്നിരിക്കാനായിട്ടൊക്കെ. തൊഴിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരത്തെ വന്ന് ഈ ആലിൻചോട്ടി വന്നിരിക്കുവായിരുന്നേ. ഈ ആലിൻചോട്ടി ഇപ്പൊ ശിഖരമൊക്കെ വെട്ടിക്കളഞ്ഞു. എങ്കിലും നല്ല രസാട്ടോ. ഇവിടെ വന്ന് ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസവും കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ തൊഴുത് വൈകുന്നേരങ്ങളിൽ വന്നതാട്ടോ. നല്ല സുഖമേ, പിള്ളേരൊക്കെ ആയിട്ട് വന്ന് നല്ല രസമാട്ടോ ഇവിടെ ഇരിക്കാനായിട്ടൊക്കെ. അങ്ങനെ അകത്തൊക്കെ ഞങ്ങൾ കയറി തൊഴുതു. പക്ഷെ അകത്തേന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ലല്ലോ. പിന്നെ അതേ പുറത്തതേ പന്തലൊക്കെ ഇട്ട് ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുവാണേ. നമ്മുടെ മനസ്സിൽ വേദനകളും ആ ഒരു ടെൻഷനുകളും ഒക്കെ ഒന്ന് ഈ തിരുനടയിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ എൻ്റെ ഒന്ന് വൈകിട്ടപ്പാ, അതൊന്ന് വേറെ തന്നെയാട്ടോ. പിന്നെ ഇവിടെ പറയേണ്ടതാണ് ഇവിടുത്തെ അന്നദാനം. അവിടെ എല്ലാ കറിയും കൂട്ടി വേണം ചോറുണ്ണാനായിട്ട്. ഏതെങ്കിലും ഒരു കറി വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇരിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ ചോറിൽ കൈതൊടാനേ പറ്റില്ല. ഭയങ്കര ചൂടായിരിക്കും. അതെൻ്റെ ഒരു ചെറിയൊരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞതാണേ. ഇതാണ് പനച്ചിക്കൽ ഭഗവതി ഇരിക്കുന്നത്. അവിടെ കുങ്കുമം, പല കളറുള്ള കുങ്കുമമാണ് ഇവിടുത്തെ പ്രസാദം. അതിങ്ങനെ ലെയറായിട്ട് തൊടാനൊക്കെ എന്തൊരു ഇഷ്ടമാണെന്നറിയാവോ. അപ്പൊ ഇതൊക്കെയാണ് വൈക്കത്തഷ്ടമിക്ക് മുമ്പുള്ള ഒരുക്കങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വൈക്കത്തമ്മനെ കാണാൻ ഒരു അവസരം കൂടെ കിട്ടിയില്ലേ? അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.